ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ടേം ഇവാലുവേഷൻ 2024-25 ഇന്റഗ്രേഷൻ ഡേ 1 വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്റഗ്രേഷൻ ഡേ 1ഉം ഡേ 2ഉം ഡേ 3ഉം ആയിട്ട് മാത്സും മലയാളം കൂടി ചേർന്നിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. ഇക്കൊല്ലം മലയാളം ഇന്റഗ്രേഷൻ ഡേ 1 ഡേ 2 ആയിട്ടാണ് നടത്തുന്നത് അല്ലെ. അപ്പോൾ ഇന്റഗ്രേഷൻ ഡേ 1 വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. പ്രവർത്തനം 1, ആമയുടെ ഡയറി. വായിക്കൂ, കണ്ടെത്തി എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ആമയുടെ ഡയറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വായിച്ചിട്ട് ചുവടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരം കണ്ടെത്താനാണ്. ഞാൻ ഇന്ന് അമ്മാവന്റെ വീട്ടിൽ പോയി. വീടിനു മുന്നിൽ വലിയ തോട്ടമുണ്ട്. മാവും പേരയും ചാമ്പയും തെങ്ങും കവുങ്ങും ധാരാളമുള്ള തോട്ടം. ചാടിക്കളിക്കുന്ന അണ്ണാനും പറന്നു കളിക്കുന്ന കിളികളുമുണ്ട്. തെങ്ങിൻ പൊത്തിൽ ഒരു തത്തയെ കണ്ടു. ചിലന്തി വലയിൽ വലിയ ചിലന്തിയെ കണ്ടു. ഞാനും ജാനയും പേരയ്ക്കയും ചാമ്പയ്ക്കയും തിന്നു. അപ്പൊ ഇതാണ് കേട്ടോ ഡയറി. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. അമ്മാവന്റെ വീട്ടിൽ പോയത് ആരാണ് എന്നാണ് അല്ലെ ആദ്യത്തെ ചോദ്യം. അമ്മാവന്റെ വീട്ടിൽ പോയത് ആരാണ്? ഇത് ആരുടെ ഡയറിയാ? ആമയുടെ ഡയറി ആണല്ലേ. ഞാൻ എന്നവിടെ എഴുതി വെക്കരുത് കേട്ടോ. ആമയുടെ ഡയറി ആയതുകൊണ്ടാണ് ആമി ഞാൻ ഇന്ന് അമ്മാവന്റെ വീട്ടിൽ പോയി എന്ന് എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താ എഴുതേണ്ടത്? ആമി എന്ന് എഴുതണം അല്ലെ. അപ്പൊ അമ്മാവന്റെ വീട്ടിൽ പോയത് ആരാണ്? ആമി എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അണ്ണാൻ എന്താണ് ചെയ്യുന്നത്? അണ്ണൻ എന്താ ചെയ്യുന്നത്? നോക്കുക, നേരവണ്ണം വായിച്ചു നോക്കുവൊന്നുകൂടി കേട്ടോ. ചാടിക്കളിക്കുന്ന അണ്ണാനും എന്നാണല്ലേ. അപ്പൊ എന്താ ചെയ്യുന്നത്? അണ്ണാൻ ചാടിക്കളിക്കുകയാണ് അല്ലെ. ചാടിക്കളിക്കുന്നു എന്ന് എഴുതുക കേട്ടോ. ചിലന്തി എവിടെയാണുള്ളത് എന്നാണ് അടുത്ത ചോദ്യം. ചിലന്തി എവിടെയാണുള്ളത്? ചിലന്തി വലയിൽ വലിയ ചിലന്തിയെ കണ്ടു എന്നുണ്ടല്ലോ. അപ്പൊ എവിടെയാ ചിലന്തി ഉള്ളത്? ചിലന്തി വലയിൽ എന്ന് എഴുതുക കേട്ടോ. അടുത്ത ചോദ്യം. തോട്ടത്തിലുള്ള ഏതെങ്കിലും 2 മരങ്ങളുടെ പേരെഴുതുക എന്നാണ്. അപ്പൊ ധാരാളം മരങ്ങള് പറഞ്ഞു അല്ലെ. മാവുണ്ട്, പേരുണ്ട്, ചാമ്പുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട് അല്ലെ. അതിലെ ഏതെങ്കിലും 2 മരങ്ങളുടെ പേരെഴുതുക കേട്ടോ. മാവ് പേര എന്നെഴുതാം, അല്ലെങ്കിൽ ചാമ്പ തെങ്ങ് എന്നെഴുതാം, അല്ലെങ്കിൽ തെങ്ങ് കവുങ്ങ്, അങ്ങനെ ഏതെങ്കിലും 2 മരങ്ങളുടെ പേരെഴുതുക കേട്ടോ. ഈ ചിത്രത്തിന് യോജിച്ച വരി കണ്ടെത്തി എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാ ചിത്രം നോക്കൂ, അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. തെങ്ങിന്റെ പൊത്തിൽ തത്ത ഇരിക്കുന്ന ചിത്രമല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ വരി ഏതാന്ന് കണ്ടെത്തി എഴുതാനാണ് കേട്ടോ. അപ്പൊ തെങ്ങിൻ പൊത്തിൽ ഒരു തത്തയെ കണ്ടു എന്നുണ്ടല്ലോ, അതാണല്ലേ വരി, അതവിടെ എഴുതുക കേട്ടോ. പ്രവർത്തനം 2, അഴകുള്ള തോട്ടം. നിറം നൽകൂ എന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ആമയുടെ അമ്മാവന്റെ വീടും അതുപോലെ തന്നെ തോട്ടമാണ് അല്ലെ. അപ്പോ വീടിന് നിറം നൽകണം. അതുപോലെ തന്നെ തോട്ടത്തില് ധാരാളം മരങ്ങളുണ്ട്, മരങ്ങളിലെല്ലാം പഴങ്ങളുണ്ട്, അതുപോലെ തന്നെ ധാരാളം പക്ഷികളെ കാണാം. പിന്നെ കണ്ടോ, തെങ്ങിന്റെ പൊത്തിലൊരു തത്തയെ കാണാം, കിളികളെ കാണാം, അണ്ണാനെ കാണാം അല്ലെ. ഇതിനെല്ലാം നിറം നൽകണം കേട്ടോ. കണ്ടോ, മാവില് ധാരാളം മാങ്ങകളുണ്ട്, അതിനെല്ലാം നിറം നൽകണേ. യോജിച്ച നിറം നൽകി ഭംഗിയാക്കുക കേട്ടോ. അടുത്ത പ്രവർത്തനം ഇവർ ആരെല്ലാം എന്നാണ്. പറയുന്നതാര്? ജീവികളുടെ പേരെഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുവടെ കുറച്ച് ജീവികൾ പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഏത് ജീവിയാന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം പേരെഴുതാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ നോക്കാം. മരത്തിൽ കൂടുണ്ടാക്കും. വാഴനാര്, പഞ്ഞി എന്നിവ കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഏത് ജീവിയാണ്? വാഴനാരും പഞ്ഞിയൊക്കെ ഉപയോഗിച്ചിട്ട് മരത്തില് കൂടുണ്ടാക്കുക ആരാ? അണ്ണാനാണല്ലേ. അപ്പൊ അണ്ണാൻ എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. അടുത്തത് മെഴുകുകൊണ്ടുള്ള കൂട്. കൂട്ടിൽ ഒത്തിരി അറകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടില് ധാരാളം അറകളുള്ള മെഴുകുകൊണ്ടുണ്ടാക്കിയ കൂട് ആരുടെയാ? തേനീച്ചയുടെ ആണ് അല്ലെ. അപ്പൊ തേനീച്ചയല്ലേ അത് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ തേനീച്ച എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. അടുത്തത് മണ്ണ് തുരന്ന് മാളം ഉണ്ടാക്കും. ആ മാളത്തിലാണ് താമസിക്കുന്നത്. മാളത്തിൽ കുറെ അറകളുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ മണ്ണ് തുരന്ന് മാളം ഉണ്ടാക്കിയിട്ട് മാളത്തിൽ താമസിക്കുന്നത് ആരാ? അതേത് ജീവിയാ? എലിയല്ലേ. അപ്പൊ എലി എന്ന് ബോക്സിൽ എഴുതുക കേട്ടോ. അടുത്തത് ഇവർ പറയുന്നത് എന്തായിരിക്കും എന്നാണ് കേട്ടോ. ആരൊക്കെ പറയുന്നതാണ്? ഉറുമ്പും കാക്കയും അല്ലെ.
ഉറുമ്പ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, കാക്ക എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് കേട്ടോ. ഇവിടെയൊക്കെ പറഞ്ഞത് കൂടിന്റെ കാര്യമാണ് അല്ലെ. ഓരോ ജീവികളും പറഞ്ഞത് എന്തിനെ കുറിച്ചാ? അവരുടെ കൂടിനെ കുറിച്ചല്ലേ പറഞ്ഞത്. അപ്പൊ ഉറുമ്പിന്റെ കൂടിനെ കുറിച്ച് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ അവിടെ എഴുതേണ്ടത്. അതുപോലെ തന്നെ കാക്കയും എന്താ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതാണ് എഴുതുന്നത്. ഉറുമ്പ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇലകൾ കൂട്ടിച്ചേർത്ത് കൂടുണ്ടാക്കും, കൂട്ടമായി താമസിക്കും എന്ന് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് കാക്ക എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? കാക്ക എവിടെയാ കൂട് വെക്കുക? മരക്കൊമ്പിലാണ് അല്ലെ. കാക്ക എന്തുകൊണ്ടാണ് കൂടുണ്ടാക്കുക? കമ്പും അതുപോലെ തന്നെ നാരും കരിയിലേക്ക് വെച്ചിട്ടാണല്ലേ കൂടുണ്ടാക്കുക. അപ്പൊ അത് എഴുതിയാൽ മതി കേട്ടോ. മരക്കൊമ്പിൽ കൂടുണ്ടാക്കും, കമ്പ്, നാര് എന്നിവ കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത് എന്ന് എഴുതുക കേട്ടോ. അടുത്ത പ്രവർത്തനം തിളങ്ങുന്ന പൂക്കൾ. ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നു? എഴുതൂ, നിറം നൽകൂ എന്നാണ് കേട്ടോ. അപ്പൊ ചിത്രത്തിന് നിറം നൽകുക, എന്തൊക്കെയാ കാണുന്നത് എന്ന് നോക്കുക, എന്നിട്ട് എഴുതുക കേട്ടോ. അപ്പൊ എന്തൊക്കെയാ കാണുന്നത് നോക്കൂ. ധാരാളം ചിരിക്കുന്ന നക്ഷത്രങ്ങളെ കാണാം അല്ലെ. അപ്പൊ അതൊന്ന് എഴുതാം കേട്ടോ. നമുക്ക് ധാരാളം ചിരിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് എഴുതാം. പിന്നെ എന്തെഴുതാം? ഊഞ്ഞാലാടുന്ന മുയലിനെ കാണാം, അതുപോലെ തന്നെ തുമ്പിയും കാണാം അല്ലെ. അപ്പൊ ഊഞ്ഞാലാടുന്ന മുയലും തുമ്പിയും. പിന്നെ എന്താ കാണുന്നത്? അവിടെ ഒരു അമ്പിളിമാമനെ കാണാണ്ടല്ലേ. എന്താ അമ്പിളിമാമൻ ചെയ്യുന്നത്? തുഴയാണ് അല്ലെ. അപ്പൊ തുഴയുന്ന അമ്പിളിമാമൻ. ചിരിക്കുന്ന മേഘങ്ങളെ കാണാലോ, ചിരിക്കുന്ന മേഘങ്ങൾ. ഇതെന്താ കാണുന്നത്? നക്ഷത്രങ്ങള് പൂത്തു നിൽക്കുന്ന മരം കാണാം അല്ലെ. അപ്പൊ നക്ഷത്രങ്ങൾ പൂത്തു നിൽക്കുന്ന മരം എന്ന് എഴുതാട്ടോ. പിന്നെ എന്തെങ്കിലും കാണാണ്ടോ? കണ്ടോ, ചെടികളില് നക്ഷത്രങ്ങളെ കാണാം അല്ലെ. ചെടികളിൽ നക്ഷത്ര പൂക്കൾ, അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ എന്തൊക്കെയാ നമ്മൾ എഴുതിയത്? ധാരാളം ചിരിക്കുന്ന നക്ഷത്രങ്ങൾ, ഊഞ്ഞാലാടുന്ന മുയലും തുമ്പിയും, തുഴയുന്ന അമ്പിളി മാമൻ, ചിരിക്കുന്ന മേഘങ്ങൾ, നക്ഷത്രങ്ങൾ പൂത്തു നിൽക്കുന്ന മരം, ചെടികളിൽ നക്ഷത്ര പൂക്കൾ, ഇങ്ങനെ എഴുതാട്ടോ. അടുത്ത പ്രവർത്തനം ആമയും അമ്മയും. ഇവർ പറയുന്നത് എന്താണ്? എഴുതൂ എന്നാണ് കേട്ടോ. അതായത് സംഭാഷണം പൂർത്തിയാക്കാനാണ്. അപ്പൊ അവിടെ അമ്മ എന്തോ ചോദിക്കുന്നുണ്ട്, അതെന്താന്ന് നമുക്ക് നോക്കാം. മോളെ, എല്ലാവരും പലഹാരങ്ങൾ കൊണ്ടുവന്നോ എന്നാണ് കേട്ടോ അമ്മ ചോദിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അമ്മ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക? ആമയുടെ സ്കൂളില് ഷെയറിംഗ് ഡേ ആയിരിക്കും അല്ലെ. നിങ്ങളുടെയൊക്കെ സ്കൂളിൽ ഉണ്ടാവാറില്ലേ? പലഹാരങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യില്ലേ? അപ്പൊ ഷെയറിംഗ് ഡേ ആയിരിക്കും, അതുകൊണ്ടായിരിക്കൂലേ അമ്മ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ ബാക്കി എന്താണ് ആമി പറഞ്ഞത്, പിന്നെ എന്താ അമ്മ പറഞ്ഞിട്ടുണ്ടാവുക, അതുള്ളത് നമ്മള് പൂരിപ്പിക്കണം കേട്ടോ. അപ്പൊ മോളെ, എല്ലാവരും പലഹാരങ്ങൾ കൊണ്ടുവന്നോ എന്ന് അമ്മ ചോദിച്ചപ്പോ എന്തായിരിക്കും ആമി പറഞ്ഞിട്ടുണ്ടാവുക? കൊണ്ടുവന്നു എന്നായിരിക്കും അല്ലെ. അതേ അമ്മയെ കൊണ്ടുവന്നു എന്ന് എഴുതാ കേട്ടോ. അപ്പൊ ആമിയുടെ അമ്മ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഏതെല്ലാം പലഹാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാലോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എഴുതാ കേട്ടോ. അപ്പൊ ഏതെല്ലാം പലഹാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അമ്മ ചോദിക്കുമ്പോ ആമി പലഹാരങ്ങളുടെ പേര് പറയൂ അല്ലെ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളുടെ പേരൊക്കെ എഴുതാ കേട്ടോ. ഉണ്ണിയപ്പം, അട, പട, അച്ചപ്പം, കൊഴലപ്പം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളുടെ പേര് എഴുതാം. അടുത്തത് അമ്മ എന്തായിരിക്കും അപ്പൊ ചോദിച്ചിട്ടുണ്ടാവുക? നീ കൊണ്ടുപോയ പലഹാരം എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ നീ കൊണ്ടുപോയ ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോ എന്തായിരിക്കും ആമി പറഞ്ഞിട്ടുണ്ടാവുക? അമ്മേ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ എഴുതിയിട്ട് പൂരിപ്പിക്കുക കേട്ടോ.